രാമാനുജൻ്റെ എ റിവർ എന്നുള്ള പോമാണ് നമ്മൾ നെക്സ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ കെ രാമാനുജൻ ഒരു ഇന്ത്യൻ റൈറ്ററാണ് ആൻഡ് ട്രാൻസ്ലേറ്ററാണ്, ലിംഗ്വിസ്റ്റാണ്, എസ്സയിസ്റ്റാണ്, സ്കോളറാണ്. അദ്ദേഹം ജനിച്ചത് മൈസൂർ, കർണാടകയിലായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ ഇദ്ദേഹം പിന്നീട് പഠിപ്പിച്ചിട്ടുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. ആൻഡ് അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടും വളരെ പ്രിസൈസായിട്ടും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നൊരു റൈറ്ററാണ്. റിച്ച് ആയിട്ടുള്ള നമ്മുടെ നാട്ടിനെക്കുറിച്ചുള്ള കൾച്ചറൽ റെഫറൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ ഐറണി, സെറ്റയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. മേജർ പോയട്രി കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്ട്രൈഡേഴ്സ് അല്ലെങ്കിൽ റിലേഷൻസ് എന്നൊരു പോയട്രി കളക്ഷനുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത് ഫോക്ക് ടെയിൽസ് ഫ്രം ഇന്ത്യ, സ്പീക്കിംഗ് ഓഫ് ശിവ, ഇതൊക്കെയാണ്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എ കെ രാമാനുജന് നമുക്ക് പഠിക്കാനുള്ളത് എ റിവർ എന്നുള്ളൊരു പോവമാണ്. അത് അദ്ദേഹത്തിൻ്റെ ദ സ്ട്രൈഡേഴ്സ് എന്നുള്ള കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു കവിത. അപ്പോൾ ഈ പോവം സെറ്റ് ചെയ്തിരിക്കുന്നത് മധുരൈ, സൗത്ത് ഇന്ത്യൻ സിറ്റി ആയിട്ടുള്ള മധുരയിലാണ്. മധുരയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഏത് ടെമ്പിളാണുള്ളത്? മീനാക്ഷി അമ്മൻ ടെമ്പിളും വൈഗ റിവറും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. സോ എ കെ രാമാനുജൻ ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ തമിഴ് പോയറ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണിത്. എന്ന് വെച്ചാൽ ബോത്ത് ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ തമിഴ് പോയറ്റ്സിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ കമ്പാഷൻ ഇല്ലായ്മയെ, ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി ആൻഡ് കമ്പാഷൻ, അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണിത്. എന്ന് വെച്ചാൽ ഒരുപാട് ജനറേഷൻ ഓഫ് പോയറ്റ്സ് ഈ വൈഗ റിവറിനെ ഗ്ലോറിഫൈ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും ഡ്രൗട്ടിൻ്റെ സമയത്താണെങ്കിലും വരൾച്ചയുടെ സമയത്താണെങ്കിലും. പക്ഷെ അവരാരും ഓർഡിനറി പീപ്പിൾ സഫർ ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിട്ടില്ല. അവരെല്ലാം ഈ നദിയെ വർണ്ണിച്ചു കൊണ്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നേച്ചറിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് പകരം ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫിനോടുള്ളൊരു എമ്പതിയാണ് കവിതകളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊന്നും ഏൻഷ്യൻ്റ് പോയറ്റ്സിൻ്റെ കവിതകളിലും മോഡേൺ പോയറ്റ്സിൻ്റെ കവിതകളിലും ഈ ഒരു കമ്പാഷൻ കാണുന്നില്ല. ഹ്യൂമൻ ബീങ്സിനോടുള്ള ഒരു എമ്പതി കാണുന്നില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എ റിവർ എന്നുള്ളൊരു പോവം എ കെ രാമാനുജൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കൺവെൻഷണൽ പോയട്രിയുടെ സ്റ്റൈലിലാണ് എഴുതിയിരിക്കുന്നത്. കൺവെൻഷണൽ പോയട്രി അല്ലെങ്കിൽ അതിനെ കളിയാക്കിക്കൊണ്ടുള്ളൊരു സെറ്റയർ പോലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു സോഷ്യൽ കമൻറ്ററിയാണ്. പിന്നെ അതായത് ആർട്ടിസ്റ്റുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അദ്ദേഹം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പോം ഡിസ്ക്രൈബ് ചെയ്യുന്നത് വൈഗ റിവറിനെ കുറിച്ചാണ്. ഇറ്റ് ഫ്ലോസ് ത്രൂ മധുരൈ. സമ്മർ സീസണിൽ റിവർ ഡ്രൈ അപ്പ് ആവും ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി. അപ്പം കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ഈ റിവർ ബെഡിൻ്റെ അകത്തുള്ള സ്റ്റോൺസും സാൻഡും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും, കല്ലും എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ കവികൾ എന്നാലും എന്താ പറയുക, ഈ റിവർ ഡ്രൈ ആയതിനെ ഭയങ്കര പഴയ രീതിയിൽ വർണ്ണിച്ചൊക്കെയാണ് എഴുതുന്നത്. അപ്പോഴും അതായത് ഈ നദിയെ ഇങ്ങനെ വർണ്ണിച്ചാണ് എഴുതുന്നത്. മൺസൂൺ സീസണിൽ ഹെവി റെയിൻ വരുമ്പോൾ ഈ റിവർ ഫ്ലഡ് ആവും. അപ്പോൾ ഫ്ലഡ് എന്ത് പറ്റും? മനുഷ്യരുടെ വീടും ട്രീസും ഫീൽഡും എല്ലാം നശിപ്പിക്കും. അപ്പോൾ ആളുകൾക്ക് അവരുടെ വീടും എല്ലാം നഷ്ടപ്പെടും. ചിലപ്പോൾ ചിലർക്ക് ജീവൻ വരെ നഷ്ടപ്പെടും ഫ്ലഡ് കൂടുതലാവുമ്പോൾ. അപ്പോൾ ഏൻഷ്യൻ പോയറ്റ്സ് ആണെങ്കിലും മോഡേൺ പോയറ്റ്സ് ആണെങ്കിലും ഈ ഫ്ലഡിനെ കുറിച്ചാണ് എന്തൂസിയാസ്റ്റിക്കലി എഴുതുന്നത്. ആരും എന്താ പറയുക, അതായത് അവർ ഈ റൈസിങ് വാട്ടറിനെ കുറിച്ചും വെള്ളത്തിലൂടെ ഫ്ലോട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ കുറിച്ചും ഡിസ്ട്രക്ഷനെ കുറിച്ചും ഒക്കെ ചുമ്മാ പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ. റിയൽ ട്രാജഡി ഇവരെല്ലാം ഇഗ്നോർ ചെയ്യുന്നു. അതായത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയെ ഫ്ലഡിൽ അവർക്ക് അവരുടെ അൺബോൺ ട്വിൻസിനെ നഷ്ടപ്പെട്ട കാര്യം ഒന്നും ആരും എഴുതാറില്ല. അപ്പോൾ രാമാനുജൻ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ് ഏൻഷ്യൻ്റ് ആൻഡ് മോഡേൺ പോയറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ സഫറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കൺസേണും ആർക്കും ഇല്ല. അപ്പോൾ സ്റ്റാൻസ 1 പറയുന്നതും അത് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോം തുടങ്ങുന്നതെന്ന് വെച്ചാൽ മധുരൈ സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. മധുരൈ സിറ്റി എന്ന് പറഞ്ഞൊരു ഓൾഡസ്റ്റ് കൾച്ചറൽ സെൻ്ററാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫേമസ് ഫോർ ക്ലാസിക്കൽ തമിഴ് ലിറ്ററേച്ചർ, സംഘം പോയറ്റ്സും ഏൻഷ്യൻ ടെമ്പിൾസ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ലിറ്റററി ഹെറിറ്റേജ് ഒക്കെ ഉള്ളൊരു സിറ്റിയാണ് മധുര. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മധുരയിലൂടെ ഒഴുകുന്ന വൈഗ റിവർ അത് ഓൾമോസ്റ്റ് ഡ്രൈ ആണ് സമ്മർ സീസണിൽ. അതായത് നേച്ചറിൻ്റെ ആ ഒരു സൈക്കിൾ കാണിക്കുവാണ്. സമ്മർ സീസൺ ആകുമ്പോൾ ഡ്രൗട്ട് ആവും, സ്കേർസിറ്റി ആവും, വെള്ളം കാണത്തില്ല, വെള്ളം കുറച്ചേ കാണത്തുള്ളൂ. അപ്പോൾ ആ ഒരു റിയലിസ്റ്റിക് ഇമേജിനെ കാണിക്കുവാണ്. പക്ഷേ അദ്ദേഹം റൊമാൻറ്റിക്കലി ഒന്നും ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആൻഡ് ഡ്രൈ റിവർ ബെഡിനകത്ത് എന്ത് കാണാൻ സാധിക്കും? ഡ്രൈ റിവർ ബെഡ് എന്ന് പറയുന്നത്, അതായത് റിവർ ബെഡ് ഡ്രൈ ആയിട്ട് കിടക്കുമ്പോൾ, വരണ്ട് കിടക്കുമ്പോൾ, അത് അദ്ദേഹത്തിന്
പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ റിബ്, അതായത് വാരിയല് പോലെയാണ് തോന്നുന്നത്. വാരിയല് തെളിഞ്ഞ് കാണുമല്ലോ പട്ടിണി കിടക്കുന്ന ഒരാളുടെ. അപ്പം റിബ്സ് ഓഫ് എ സ്റ്റാർവിങ് പേഴ്സൺ എന്നാണ് അദ്ദേഹം ഈ ഡ്രൈ റിവർ ബെഡിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ പോവർട്ടി ആൻഡ് ഹങ്കറിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു നദി വരളുമ്പോൾ റിവർ ബെഡിനകത്തുള്ള കല്ലും ബാക്കി എല്ലാ വേസ്റ്റും എല്ലാം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ അതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ലൈഫും ഏകദേശം അതുപോലെയാവും. സ്റ്റാൻസ 2-നകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ഏൻഷ്യൻ തമിഴ് പോയറ്റ്സിനെയാണ്. ഇവർ റിപ്പീറ്റഡ്ലി ഫ്ലഡിനെ കുറിച്ചും ഡ്രോട്ടിനെ കുറിച്ചും റിവർ ബ്യൂട്ടിയെ കുറിച്ചും ഒക്കെയാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ ഇവരെല്ലാം ഓർഡിനറി പീപ്പിളിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അവരതിന് പകരം വെള്ളത്തിൽ ലോട്ടസിനെയും ഫ്ലവേഴ്സിനെയും ഫിഷിനെയും നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ പറയുന്നു. അപ്പോൾ രാമാനുജൻ ഈ ഒരു സെലക്റ്റീവായിട്ട് ഇങ്ങനെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യുവാണ്. സ്റ്റാൻസ 3-കകത്ത് പോം ഷിഫ്റ്റ് ചെയ്യുന്ന റെയിനി സീസണിലോട്ടാണ്. സോ വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് റെയിൻസ്? ആ ഒരു റിവർ ഫ്ലഡഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഫ്ലഡ് വരുമ്പോൾ വീടും ട്രീസും കാറ്റിലും ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സും എല്ലാം ഇത് കൊണ്ടുപോകും. അപ്പോൾ നേച്ചർ ഡിസ്ട്രക്റ്റീവ് ആവാൻ തുടങ്ങും. മോഡേൺ പോയറ്റ്സും ഈ സെയിം ഫ്ലഡിനെ കുറിച്ചാണ് ഒരേപോലെയാണ് എഴുതുന്നത്. വെള്ളം റൈസ് ചെയ്യുന്നത്, കൗസ് ഫ്ലോട്ട് ചെയ്യുന്നു, വാൾസ് ബ്രോക്കൺ ആവുന്നു. പക്ഷേ ആരും എന്ത് ചെയ്യുന്നില്ല, ഫ്രഷ് ആയിട്ടുള്ളൊരു ഇൻസൈറ്റ് ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഫ്രഷ് ആയിട്ടുള്ള ഇൻസൈറ്റ് എന്ന് വെച്ചാൽ ആരും ഹ്യൂമൻ ബീങ്സിനോട് എമ്പത്തറ്റിക് ആയിട്ട് അവരുടെ ലൈഫ് എങ്ങനെയാണ് സഫർ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു ഡീറ്റെയിൽ പറയുവാണ്. എ പ്രഗ്നൻറ്റ് വുമൺ ഇസ് സ്വെപ്റ്റ് അവേ എന്ന് വെച്ചാൽ ഈ ഫ്ലഡിൽ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു യുവതി, അതായത് 2 ട്വിൻസിനെ ഗർഭം ധരിച്ചിരുന്ന യുവതി ഈ ഫ്ലഡിൽ ഒഴുകിപ്പോയി എവിടെയൊക്കെയോ. അപ്പം ഇതൊരു ഇമോഷണൽ ക്ലൈമാക്സ് ആണ്. എന്ന് വെച്ചാൽ അൺബോൺ ചിൽഡ്രൻ ആണ്. അൺബോൺ ചിൽഡ്രൻ എന്ന് വെച്ചാൽ ഇന്നസെൻസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാജഡിയാണ് കാണിക്കുന്നത്. അപ്പോൾ രാമാനുജൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പോയിറ്റും ഇതിനെക്കുറിച്ച് എഴുതി കണ്ടിട്ടില്ല, ഈ സഫറിങ്ങിനെ കുറിച്ച് എഴുതി കണ്ടിട്ടില്ല, ഒരു ഹ്യൂമൻ ലോസിനെ കുറിച്ച് എഴുതി കണ്ടിട്ടില്ല. അവരെല്ലാം ഈ ഫ്ലഡിൻ്റെ സ്പെക്ടക്കിളിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ റിവർ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? പോവേർട്ടിയെ കാണിക്കുന്നു, അല്ലെങ്കിൽ വരൾച്ചയെ കാണിക്കുന്നു. അതായത് ആ റിയാലിറ്റിയെ കാണിക്കുവാണ്. ഫ്ലഡ് എന്തിനെയാണ് കാണിക്കുന്നത്? നേച്ചറിൻ്റെ ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു അൺകൺട്രോളബിൾ പവർ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ഹെൽപ്ലെസ്നെസ്. പ്രഗ്നൻറ്റ് വുമൺ എന്തിനെയാണ് കാണിക്കുന്നത്? മദർഹുഡിനെ അല്ലെങ്കിൽ ഇന്നസെൻസ് സഫർ ചെയ്യുന്നത്. അൺബോൺ ട്വിൻസ് എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? ആ ഫ്യൂച്ചർ ജനറേഷൻ നഷ്ടപ്പെട്ടു, ഇന്നസെൻസ് ഡിസ്ട്രോയിഡായി. അപ്പോൾ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് ട്രഡീഷണൽ പോയിട്രിയും മോഡേൺ പോയിട്രിയും, അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിൻ്റെ സഫറിങ്ങിനെ കുറിച്ച് ആരും ഒന്നും അക്നോളജ് ചെയ്യുന്നില്ല, പോയിറ്റ്സ് ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ട് വേണം എഴുതാൻ. ലിറ്ററേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബ്യൂട്ടി പ്രൈസ് ചെയ്താൽ മാത്രം പോരാ, ട്രൂത്തും കമ്പാഷനും റിവീൽ ചെയ്യുന്നതായിരിക്കണം. നേച്ചറിന് 2 ഫേസ് ഉണ്ട്, ബ്യൂട്ടിഫുള്ളും ആണ്, അത് ഡിസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ അതും ഈ റിവറിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് സംസാരിക്കുന്നത് അദ്ദേഹം. അപ്പോൾ ഏൻഷ്യൻ ആൻഡ് മോഡേൺ പോയറ്റ്സിനെ സറ്ററൈസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമേജസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇമേജറി എന്ന് പറയുമ്പോൾ ഡ്രൈ റിവർ ബെഡ്, സാൻഡ് റിബ്സ്, പിന്നെ ഫ്ലഡ് വാട്ടർ, പ്രഗ്നൻറ്റ് വുമൺ, ഫ്ലോട്ടിംഗ് ഹൗസസ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ സറ്ററിക്കലായിട്ടും ക്രിറ്റിക്കലുമായിട്ടൊക്കെയാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എ റിവർ എന്നാണ്. അതെന്ന് വെച്ചാൽ ആ റിവറിനെ മാത്രമല്ല പറയുന്നത്, ഇറ്റ് ഇസ് മോർ ദാൻ ദാറ്റ്. ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, പാസേജ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുന്നുണ്ട്, നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ പോയിട്രി എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് എപ്പോഴും നേച്ചറിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് മാത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാവരുത്. സോഷ്യലി റെസ്പോൺസിബിളായിട്ട് നേച്ചർ എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ആർട്ടിസ്റ്റുകൾ എപ്പോഴും എഴുതാൻ. അതാണ് എ റിവർ എന്നുള്ള വർക്കിനകത്തേക്ക് രാമാനുജൻ പറയുന്നത്.